ഹായ്, ദിസ് ഇസ് മീ നിഷ നിജോ. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അഗെയിൻ. അപ്പം മുന്നേ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, നേരത്തെ ഞാൻ ന്യൂസിലാൻഡ് ബോക്സിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന മലയാളികളെല്ലാവരും സന്തോഷത്തോടെ കാത്തിരുന്ന തിരുവോണമായല്ലേ. അപ്പം എല്ലാവർക്കും സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഓണാശംസകൾ നേരുന്നു. പിന്നെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി വീഡിയോ ആണ്. ഞങ്ങളുടെ പൂക്കളോടല്ല നേരം വെളുത്ത് പൂക്കളറുണ്ട്. ഞങ്ങൾ 8 മണി 9 മണി ആയപ്പോഴാണ് പൂക്കൾ പറഞ്ഞത്. 11 മണി അത്രേ ആയിട്ടുള്ളൂ. ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. മാവേലി എല്ലാ സ്ഥലത്തും കറങ്ങിയിട്ട് ഇവിടെ വരാൻ ഇത്തിരി സമയം എടുക്കും. ഇതാരുമല്ല വീഡിയോ എന്നെ മോൻ കാണിക്കും. ഇത് പല്ലുമണി വെച്ചുള്ള ഒരാള് വെറും വയറ്റില് എനിക്ക് വന്നിട്ട് ഇതിടുന്നതാണ്. പൂക്കളത്തിന് ഡിസൈൻ നോക്കട്ടെ, എന്നിട്ട് വേണം തുറക്കാൻ. കുഴപ്പമില്ല, നോക്കട്ടെ പെട്ടെന്ന്. ഹേ ഗായ്സ്, നമ്മളിങ്ങനെ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ലാതാണ് ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. ഫൈനലിൽ നമുക്ക് നോക്കാം. ഹേ ഗായ്സ്, ഞങ്ങളിപ്പോൾ പൂവിൻ്റെ ക്ഷാമം മൂലം ഞങ്ങളുടെ നിന്ന് താമര പറിച്ച് നടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ പോലല്ലേ, ഇപ്രാവശ്യം 100 രൂപയ്ക്ക് പൂ വാങ്ങിച്ചിട്ട് അവർ കളിപ്പിച്ചു. ഞങ്ങൾക്ക് കുറച്ച് പൂവേ കിട്ടിയുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാനും അപ്പച്ചനും ചേട്ടായും കൂടി ഇങ്ങനെ പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പച്ചൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അതേ പൂവൊക്കെ ഇരുത്തി തരുന്നു. അമ്മച്ചി അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ഇലയട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം കേട്ടോ. അന്തേ അന്തേ ഇവാന് എനിക്കിട്. അപ്പം നമ്മൾ ഓണസദ്യയൊക്കെ റെഡിയാക്കി. അപ്പം എന്തോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ഓൾറെഡി നമ്മൾ 10:30 ഒക്കെ ആയി. അത്തപ്പൂക്കളും പോട്ടെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് റെഡിയായി വന്നപ്പോഴത്തേന് പിന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് കിച്ചണിൽ കയറിയോണ്ട് വീഡിയോസ് എടുത്തില്ല. അപ്പം നമ്മൾ ഇതല്ലേ രസം മോളെ, രസം സാമ്പാറ് മുട്ട വേണ്ടത് പറഞ്ഞോളൂ. സദ്യ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേന് സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം 2:30 2:45 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത് തന്നെ. അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒരു 20-25ഓളം കൂട്ടങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ സാമ്പാർ, അവിയൽ, പരിപ്പ്, പപ്പടം, ഓലന്, കാളന്, പിന്നെ എന്താ പച്ചടി, കിച്ചടി, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഇതും ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ചേട്ടായിക്കൊരു നിർബന്ധമാണ് എല്ലാ ഫുഡും എല്ലാ കൂട്ടാനും കൂട്ടി ഓണസദ്യ കഴിക്കുക എന്നുള്ളത്. നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ അപ്പുക്കുട്ടന്, നമ്മുടെ പട്ടിക്കുട്ടിന് സദ്യ കൊടുക്കാം കേട്ടോ.
അപ്പൊ എന്തൊക്കെയാ നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ തന്നെ. ചോറ്, സാമ്പാർ. അവന് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തുട്ടാ, അവിയലുണ്ട്, പരിപ്പുണ്ട്, പപ്പടമുണ്ട്, ഉപ്പേരിയുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, എല്ലാം ഉണ്ട്. പച്ചക്കറി ആയതുകൊണ്ട് അളിയന് ഒരു ചെറിയൊരു സങ്കടം തുടങ്ങിക്കോളും കുറച്ച് കഴിയുമ്പോൾ. കഴിക്കുന്നെടുക്ക്. കഴിച്ചോടാ, കഴിച്ചോ. വാ, നമുക്ക് നമ്മുടെ ലിയക്കൂട്ടിന് കൊടുക്കാം കേട്ടോ ഫുഡ്. അപ്പൊ നമുക്ക് ലിയമോനുള്ള ഫുഡാണ് കേട്ടത്. കഴിക്കുമെന്നില്ലെന്ന് അറിയത്തില്ല, സാധാരണ ചോറ് കൊടുക്കാറില്ല. എന്നാലും ഓണത്തിന് ഞങ്ങളുടെ ഒരു സമാധാനത്തിന് ഞങ്ങളുടെ ലിയക്കൂട്ടിന് ഞങ്ങളുടെ ഓണസദ്യ. ഞങ്ങളുടെ ഇനിയ അമ്മയ്ക്കറിയാം അകത്ത് കയറിയൊന്നും മെഴുകും. അതങ്ങനെ കഴിക്കും. അവൻ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവൻ്റെ ഫുഡ് തന്നെ കൊടുക്കണം. പറഞ്ഞു. തകർപ്പനായിട്ട് സദ്യ കഴിക്കുന്നുണ്ട്. അവന് സാമ്പാർ അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ ചോറ് ഫുഡൊക്കെ കഴിച്ച് കഴിയാറാണ്. അല്ല, അവന് സാമ്പാർ കിട്ടിയാലോ അവൻ കഴിച്ചോളും. ഇഞ്ചി പൊറാട്ട വേണം, ക്യാരറ്റ്, ബീട്രൂട്ട്. ഓ, ക്യാരറ്റൊക്കെ ദേ നമ്മുടെ എന്നിട്ടാണ് കാളനോ ഓലനോ ചേനയൊക്കെ കടിച്ചു വരയ്ക്കാണോ അവര്. ചിക്കനാണോ വിചാരം. ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടി പട്ടാളങ്ങളാണ് കേട്ടോ. ഒരു ഹാപ്പി ഓണം പറയടാ. ഇതിലെ ഏറ്റവും ചെറിയ കൊച്ചു അപ്പോൾ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരു ഓണത്തിന്റെ മംഗളാശംസകൾ നേരുന്നു. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ജോബൊക്കെ അന്വേഷിക്കുന്നവര് കീപ് ഓൺ ഗോയിങ്. നമ്മൾ ഒരിക്കലും തളരരുത്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ വന്ന് നിൽക്കുന്നത്. അപ്പം മനോധൈര്യം കൈവിടാതിരിക്കുക, പിന്നെ നമ്മൾ ശ്രമിക്കുക. അപ്പം അത്രയ്ക്കുള്ളൂ പറയാൻ. അപ്പം എല്ലാവർക്കും തന്നെ നല്ലൊരു പൊന്നോണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ബൈ.